നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രത്തെ ഇസ്രയേൽ തകർത്തു. അങ്ങനെ തകർത്തെങ്കിൽ ഇറാൻ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് എണ്ണിയാലും ഒടുങ്ങാത്തതാണ്. വളരെ സുപ്രധാനമായ ചില ഉപകരണങ്ങളെ നശിപ്പിക്കാനായി ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ടെന്നും ഇറാന്റെ പാർച്ചിൻ കേന്ദ്രത്തിൽ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം പ്രധാനപ്പെട്ട ആണവ ബോംബ് വികസന ശേഷിയെപ്പോലും ഇല്ലായ്മ ചെയ്തുവെന്നുകൂടിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യുദ്ധഭീതി അതിഭീകരമായി തന്നെ ഉയരുന്നു. ഇപ്പോൾ നെതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ പോലും ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ്, ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് നിലവിൽ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രത്തെ ഇസ്രയേൽ മുച്ചൂടും തകർത്തു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. പാർച്ചിനിലാണ് ആണവ പരീക്ഷണ കേന്ദ്രം പ്രവർത്തിച്ചു പോന്നിരുന്നത്. അതിന് നേരെയാണ് ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായതായി അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയോസ് തന്നെ റിപ്പോർട്ട് ചെയ്തതായി ജെറുസലേം പോസ്റ്റ് തുറന്നു പറയുന്നത്. ഒരാണവ ഉപകരണത്തിൽ യുറേനിയം ഉൾക്കൊള്ളുന്ന പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപപ്പെടുത്തുന്നതിനും അതിനെ പരീക്ഷിക്കുന്നതിനുമായി ഒരു സജ്ജീകരണം ഒരുക്കിയിരുന്നു. എന്നാൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ അത്യാധുനിക ഉപകരണങ്ങളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൂടാതെ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെയും തകർത്തു എന്ന് വ്യക്തമാക്കുന്നു. 2003 സൈനിക ആണവ പദ്ധതി മരവിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ ഈ ഉപകരണങ്ങളെ ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഇറാൻ നടത്തിപ്പോന്നിരുന്നു. അമേരിക്കൻ ഇസ്രയേൽ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം അനുസരിച്ച് ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ശക്തമായ നടപടികൾ അവർ കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ പോലും അതിലേക്ക് കുതിക്കാൻ, അതിലേക്ക് കടക്കാൻ, ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചാൽ ഈ നശിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് നിർമ്മിക്കാമായിരുന്നുവെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയുള്ള യന്ത്രസാമഗ്രികൾ നിർമ്മിക്കുന്നതിനോ സ്വന്തമാക്കുന്നതിനോ ഉള്ള ഇറാന്റെ ഏത് ശ്രമത്തെയും ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്കൻ ഇന്റലിജൻസ് കണ്ടെത്തുമെന്നും നശിപ്പിക്കുമെന്നും ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ഉപകരണം ശരിക്കു പറഞ്ഞാൽ ഒരു തടസ്സമാണ്. ഇറാനിയൻ ജനത അതിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് വേണം പറയാൻ. പാർച്ചിൻ സൈനിക സമുച്ചയത്തിനുള്ളിലെ തലേഗാൻ 2 സൗകര്യം 2003 മുൻപ് ആണവ ഉപകരണത്തിനാവശ്യമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കാനായി ഉപയോഗിച്ച കേന്ദ്രമായിരുന്നു. ഇറാൻ സൈനിക ആണവ പദ്ധതികൾ അവസാനിപ്പിച്ചതോടെ അവിടുത്തെ പ്രവർത്തനവും അവസാനിച്ചു. അതുകൂടാതെ അന്ന് നശിപ്പിക്കപ്പെട്ട ഉപകരണങ്ങളിൽ കുറഞ്ഞത് 2003 മുതൽ ഈ സൈറ്റിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനമായി കഴിഞ്ഞ വർഷം ഇറാൻ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആണവായുധങ്ങളുടെ നിർമ്മാണത്തിന് ഒരു അടിത്തറ പകരാൻ, അതിന് അടിത്തറ പാകാൻ കഴിയുന്ന തരത്തിലുള്ള ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ അവർ നടത്തിപ്പോരുന്നുണ്ട്. ഇറാനിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ തോതിൽ മാത്രമാണ് സഹായം പരസ്യമായി ലഭിക്കുന്നത്. അതീവ രഹസ്യമായി തന്നെയാണ് ഇവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്നും നിലവിൽ വൻ നാശനഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടായതെന്നുമാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി തന്നെ മാറി. ഒക്ടോബർ 26 ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെയാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രത്തെ നശിപ്പിച്ചത്. ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾ തന്നെയാണ് തച്ചു തകർത്തത്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാന്റെ തെക്ക് കിഴക്ക് നിന്നും 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായിട്ടുള്ള തലേഗാൻ സൈനിക സമുച്ചയമാണ് ഇങ്ങനെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. ഇറാന്റെ അമാദ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചിരുന്നു. 2003 ഇവിടെ ആണവ പദ്ധതി അവസാനിപ്പിച്ചു എന്ന് ഇറാൻ അറിയിച്ചെങ്കിൽ പോലും അതീവ രഹസ്യമായി അവർ തുടർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ശക്തമായി തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഹൈ റെസല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഈ ആക്രമണങ്ങൾ ശരിവെക്കുന്നുണ്ട്. ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് തഗേലനിലെ 2 കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അമേരിക്ക തന്നെ ഉറപ്പിച്ചു പറയുന്നത്. ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലംപൊത്തിയെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വീക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.